സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. ജയ് സായിരാം. ലക്ഷ്മൺ മാഷേ സായിരാം. മാഷ് തുടങ്ങിക്കോളൂ. ഓക്കെ. ഓം ശ്രീ സായിരാം. കുറച്ചുകൂടെ ഒന്ന് പൊങ്ങിയിരിക്കണം മാഷേ. ശരി. ഓക്കെ. ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് കൂടിയിരിക്കുന്ന എല്ലാവർക്കും സാഷ്ടാംഗ പ്രണാമം. ഞാനിത് ഒരു പ്രാവശ്യം വായിച്ചപ്പോൾ വത്സലാമ്മ പറഞ്ഞു റെക്കോർഡാക്കേണ്ടതുകൊണ്ട് രണ്ടാമതും നിങ്ങൾ വായിക്കണമെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ വായിക്കുന്നത്. അന്ന് വായിച്ച ഭാഗം ഒന്നാം ഭാഗമായിരുന്നു. ഇത് 7ാം ഭാഗത്തിലെ 14ാമത്തെ പ്രഭാഷണമാണ് ഞാൻ ഇന്ന് വായിക്കുന്നത്. അത് ബോംബെയിൽ വെച്ചിട്ട് ഭഗവാൻ 29/3/67 ചെയ്ത പ്രഭാഷണമാണ്. സായിരാം. ദിവ്യമായ ദേഹത്തിൻ്റെ അവയവങ്ങൾ. നിങ്ങൾ സേവയിൽ വ്യാപൃതരാകുന്നത് കാരണം നിങ്ങളെ സേവകന്മാരെന്ന് വിളിക്കുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സേവ? അത് ഭക്തി സ്വയം പ്രകടമാക്കുന്ന മാർഗമാണോ, അല്ലെങ്കിൽ അത് ഭക്തിയുടെ കാരണമാണോ? അതായത് ഭക്തി പ്രകാശിപ്പിക്കപ്പെടുകയും വികസിക്കപ്പെടുകയും ചെയ്യുന്ന മാർഗങ്ങളിൽ ഒന്നാണോ? അത് രണ്ടുമല്ല. അത് ഭക്തിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതോ ഭക്തിയുടെ ഫലമോ അല്ല. അത് ഭക്തിയുടെ സത്തയാണ്. ഒരു ഭക്തൻ്റെ ജീവശ്വാസമാണ് സേവ. അവൻ്റെ പ്രകൃതി തന്നെയാണത്. ഭക്തൻ്റെ യഥാർത്ഥമായ അനുഭവത്തിൽ നിന്നാണത് ഉത്ഭവിക്കുന്നത്. സർവ്വജീവികളും ദൈവത്തിൻ്റെ സന്തതികളാണെന്നും എല്ലാ ദേഹങ്ങളും ദൈവം പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള അൾത്താരകളാണെന്നും എല്ലാ സ്ഥലങ്ങളും ഭഗവാന്റെ ആലയങ്ങളാണെന്നും അവനെ ബോധ്യപ്പെടുത്തുന്ന ഒരനുഭവജ്ഞാനത്തിൽ നിന്നും അത് ഉറവെടുക്കുന്നു. ഏറ്റവും നല്ല സാധനയായി സേവയെ പരിഗണിക്കുക. ഇത് നിങ്ങൾ കരസ്ഥമാക്കിയിട്ടുള്ള ഒരു മഹാഭാഗ്യമാണ്. ഈ വലിയ സദസ്സുകൾക്കിടയിലുള്ള നിങ്ങളുടെ പ്രവർത്തനം ജീവിതത്തിൻ്റെയും ധ്യാനത്തിൻ്റെയും ദിവസങ്ങളെക്കാൾ നിങ്ങളുടെ ആത്മീയ വികാസത്തിന് കൂടുതൽ ഗുണപ്രദമാണ്. പക്ഷേ സേവനമാർഗങ്ങൾ വഴി ലോകത്തെ പരിഷ്കരിക്കുവാനോ വീണ്ടും രൂപപ്പെടുത്തുവാനോ നിങ്ങൾക്ക് കഴിയുമെന്ന് ധരിക്കരുത്. നിങ്ങൾക്ക് കഴിയുമായിരിക്കും, കഴിയില്ലായിരിക്കും. അത് അപ്രധാനമാണ്. സേവനത്തിൻ്റെ യഥാർത്ഥ മൂല്യവും അതിൻ്റെ ഏറ്റവും പ്രകടമായ ഫലവും അത് നിങ്ങളെ പരിഷ്കരിക്കുകയും വീണ്ടും രൂപപ്പെടുത്തുകയും ചെയ്യുന്നു എന്നതാണ്. ഒരു സാധനയായി സേവ ചെയ്യുക. അപ്പോൾ നിങ്ങൾ വിനയാന്വിതരും സന്തുഷ്ടരുമാകും. മറ്റുള്ളവരെ നിങ്ങൾ മെച്ചപ്പെടുത്തുന്നു എന്ന് അഹങ്കരിക്കരുത്. നിങ്ങൾ നിങ്ങളെ തന്നെ മെച്ചപ്പെടുത്തുന്നു. സേവനം നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ധ്യാനത്തിൻ്റെയും കൂട്ടിച്ചേർന്ന ഭാഗങ്ങളാക്കുക. മറ്റൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ ജപവും ധ്യാനവും പ്രവർത്തനത്തിൽ കൊണ്ടുവരുന്നതാണ് സേവനം. ദുഃഖിതരെയും ദരിദ്രരെയും പ്രേമിക്കുന്ന ഒരു ദൈവത്തെ ധ്യാനിക്കുവാനും അതേസമയം തന്നെ ചുറ്റുമുള്ള ദരിദ്രരോടും ദുഃഖിതരോടും നിർദ്ദയനാകുവാനും എങ്ങനെ ഒരുവന് കഴിയും? എല്ലാതരം ജനങ്ങളെയും സേവിക്കുന്നതാണ് നല്ല വിദ്യാഭ്യാസം. വാതിലുകൾ അടച്ച് മുറിക്കകത്തിരുന്ന് ജപിക്കുന്ന ജപത്തിനോ സഹായം ചെയ്യാത്ത കൈകളിൽ ജപമാല ചുറ്റുന്നതിനോ ഞാനൊരു വിലയും കൽപ്പിക്കുന്നില്ല. വേദനയുടെയും കഷ്ടപ്പാടിൻ്റെയും നേരെ ബധിരത പുലർത്തുന്ന ധ്യാനം
ഞാൻ വിലമതിക്കുന്നില്ല. ധ്യാനം ഹൃദയത്തെ കഠിനമാക്കരുത്. ചൂടുമായുള്ള ചെറിയ സമ്പർക്കത്തിൽ ഉരുകുന്ന വെണ്ണ പോലെ അത് മൃദുവായിരിക്കണം. സേവനം എല്ലാവരുടെ ഉള്ളിലും അധിവസിക്കുന്ന ദൈവത്തെ ദർശിക്കുവാനുള്ള ഒരു മഹാസന്ദർഭമാണ്. പരസഹായമില്ലാതെ സീതയെ രക്ഷപ്പെടുത്തുവാൻ രാമന് കഴിയുമായിരുന്നു. പക്ഷേ വാനരപ്പട ആ സന്ദർഭം അവകാശപ്പെടുവാൻ വന്ന ദേവന്മാരായതുകൊണ്ട് അവർക്ക് സേവനം അനുവദിക്കുവാൻ ഭഗവാൻ നിശ്ചയിച്ചു. ഒരു സേവകനായി നിൽക്കുന്ന അവസരത്തിൽ ഈ ദിവസങ്ങളിൽ അത് നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാകും. നിങ്ങൾ പലതരം ആളുകളെ കണ്ടുമുട്ടുന്നു. അവരെ വളരെ സഹകരിക്കുന്ന ചിലർ, ചില മുരട്ടു സ്വഭാവക്കാർ, തടസ്സപ്പെടുത്തുന്ന ചിലർ, തർക്കിക്കുന്നവർ, ഭീഷണിപ്പെടുത്തുന്നവർ, നിങ്ങളുടെ ഉദ്ദേശശുദ്ധിയെയും അധികാരത്തെയും ചോദ്യം ചെയ്യുന്നവർ എന്നിങ്ങനെ പലതരക്കാരെയും നിങ്ങൾ കണ്ടുമുട്ടുന്നു. അവരുമായുള്ള സമ്പർക്കം വിശിഷ്ടമായ വിദ്യാഭ്യാസമാണ്. അവ നിങ്ങളുടെ സ്വഭാവം തന്നെ ദൃഢതരമാക്കുകയും പ്രശംസയും പഴിയും തുല്യ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുവാൻ നിങ്ങളെ പരിശീലിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന എന്താണ്? കൃപ അല്ലേ? അനുഗ്രഹം അല്ലേ? നിങ്ങളുടെ വാക്കുകളും കർമ്മങ്ങളും സത്യത്തിനും ധർമ്മത്തിനും പൊരുത്തപ്പെടുന്നിടത്തോളം, നിങ്ങളുടെ വാക്കുകളും കർമ്മങ്ങളും പ്രേമം കൊണ്ട് മധുരിക്കുകയും ശാന്തി കൊണ്ട് ദീപ്തമാക്കുകയും ചെയ്യുന്നിടത്തോളം നിങ്ങൾ വേവലാതിപ്പെടേണ്ടതില്ല. മതിയാവോളമുള്ള അളവിൽ നിങ്ങൾക്ക് കൃപ ലഭിക്കുന്നു. ജനങ്ങളെ അവർ ഉത്കടമായി തേടുന്ന ദർശനം ലഭിക്കുവാൻ സഹായിക്കുന്നത് സ്തുത്യർഹമായ സേവനമാണ്. ദർശനത്തിനെത്തിയ ജനലക്ഷങ്ങളെ സഹായിക്കുവാനാണ് നിങ്ങളിവിടെ വളണ്ടിയർമാരായിട്ട് വന്നിരിക്കുന്നത്. അല്ലാതെ അതിൽ നിന്നും അവരെ തടസ്സപ്പെടുത്തുവാനല്ല. അവർ ചുറ്റിക്കറങ്ങുകയോ മുന്നോട്ട് തള്ളിക്കയറുകയോ വൃദ്ധരും ബലഹീനരുമായ വ്യക്തികളെ ഉന്തിത്തള്ളി വീഴ്ത്തുകയോ ചെയ്യുന്നില്ലെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. ഞാൻ വരുമ്പോൾ പൂർണ്ണമായും ദർശനം ലഭിക്കത്തക്ക രീതിയിൽ നിശബ്ദരായി വരിവരിയായി അവർ ഇരിക്കുന്നുവെന്നും ഉറപ്പുവരുത്തണം. പീഡിപ്പിക്കപ്പെടാതെ പ്രവേശിക്കുവാനും അവരവരുടെ സ്ഥാനങ്ങളിൽ ഇരിക്കുവാനും വികലാംഗരെയും വൃദ്ധരെയും രോഗികളെയും നിങ്ങൾ കുതിക്കുക എന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ കോപാകുലരാവുകയും അരുത്. എന്തെല്ലാം പ്രകോപനമുണ്ടായാലും നിങ്ങളുടെ പെരുമാറ്റം മധുരവും മൃദുലവുമായിരിക്കണം. നിങ്ങളുടെ മുഖത്ത് എപ്പോഴും തത്തിക്കളിക്കുന്ന ഒരു പുഞ്ചിരി ഉണ്ടാകട്ടെ. എൻ്റെയും എൻ്റെ ദർശനത്തിനും ഉത്കണ്ഠാകുലരായവരുടെയും ഇടക്ക് കയറി വരരുത്. അമർഷം കൊണ്ട് പരുക്കൻ രീതിയിൽ നിങ്ങളെ അവർ തള്ളിയേക്കും. നിങ്ങൾക്കപ്പോൾ തിരിച്ചടിക്കുവാൻ അവകാശമില്ല. പുഞ്ചിരിയും ക്ഷമാപണവുമായി വിനീതമായ വിശദീകരണത്തോടെ കൈകൂപ്പിക്കൊണ്ട് നമസ്തേ പറഞ്ഞ് നിങ്ങൾ മറുപടി നൽകണം. സായിയിലേക്കുള്ള പാത കാണിക്കുന്ന നാഴികവിൻ്റെ നിയമിക്കപ്പെട്ടവരോട് ഗേറ്റുകളിലും ഭജന മണ്ഡപത്തിനടുത്തുമുള്ള ഉദ്യാനത്തിലും ചെരുപ്പ് കൗണ്ടറിലും നിയമിക്കപ്പെട്ടവർക്ക് അസഹ്യത തോന്നുന്നതായി ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളിൽ ചിലർ എന്തെങ്കിലും ദൗത്യവുമായി നഗരത്തിലേക്ക് പോവുകയും ഭജനയിൽ പങ്കെടുക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്നു. നിങ്ങളോട് ഞാൻ ഒരു കാര്യം വ്യക്തമാക്കാം. വാതിൽക്കൽ നിൽക്കുന്നവരോട് ഒരു പ്രത്യേകതരം കൃപ കാണിക്കുകയോ ഗേറ്റിൻ ഉള്ളവരോട് അവഗണന കാണിക്കുകയോ ചെയ്യുന്നില്ല. വാസ്തവത്തിൽ ഭൂമിശാസ്ത്രപരമായി
പറയുന്ന ദൂരെ എന്നും സമീപത്തും എന്നുള്ള അകലഭേദം എനിക്കില്ല. എൻ്റെ ദൂരെയും സമീപവും ഭൗതികമായ സാമീപ്യം കൊണ്ട് കണക്കാക്കപ്പെടുന്നില്ല. നിങ്ങൾ എൻ്റെ അടുത്തായിട്ടും ദൂരെയാകാം. നിങ്ങൾ വളരെ ദൂരെയായിട്ടും വളരെ അടുത്തും പ്രിയപ്പെട്ടവരുമാകാം. നിങ്ങൾ എത്ര തന്നെ ദൂരെയായാലും സത്യത്തിലും ധർമ്മത്തിലും ശാന്തിയിലും പ്രേമത്തിലും ഒട്ടി നിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ വളരെ അടുത്തും ഞാൻ നിങ്ങളുടെ വളരെ അടുത്തുമാകുന്നു. അവയാണ് എന്നിലേക്കുള്ള പാത അടയാളപ്പെടുത്തിയ നാഴികക്കല്ലുകൾ. മാവിന്മേൽ പഴുത്ത മാങ്ങ കാണുമ്പോൾ നാക്ക് സ്വാദ് ഓർക്കുന്നു, മനസ്സതിന് കൊതിക്കുന്നു, ശരീരം കുനിയുന്നു, തോൾ വളയുന്നു, ഒരു കല്ലിനു വേണ്ടി കൈ അന്വേഷിക്കുന്നു, വിരലുകൾ അതെടുക്കുന്നു, കൈത്തണ്ട് കൊണ്ട് കല്ലെറിയുന്നു. മാങ്ങ നിലംപതിക്കുമ്പോൾ കൈ അതെടുക്കുന്നു, പല്ലുകൾ അതിനെ കടിക്കുന്നു, കണ്ഠനാളം അതിനെ വയറ്റിലേക്ക് എത്തിക്കുന്നു. പിന്നെ എല്ലാറ്റിൻ്റെയും ശ്രമഫലമായി അത് പോഷക വസ്തുവായി മാറ്റപ്പെടുകയും കണ്ണിനും തോളിനും കൈക്കും വിരലിനും പല്ലുകൾക്കും നാക്കിനും ഊർജമായി അതിനെ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അപ്രകാരം തന്നെ എനിക്ക് ആനന്ദം നൽകുവാൻ നിങ്ങളെല്ലാവരും സഹകരിക്കുമ്പോൾ കൃപയാകുന്ന പ്രതിഫല സമ്മാനം ഞാൻ എല്ലാവർക്കും നൽകുന്നു. സായിരാം. പാരായണം ഇവിടെ സമാപിക്കുകയാണ്. പാരായണം അനുഭവം പറഞ്ഞോളൂ മാഷെ. ഓക്കെ. ഞാനിത് പറഞ്ഞിട്ടുണ്ടോ എന്ന് ഓർമ്മയില്ല, ഞാൻ സംസാരിക്കാം. ഇത് 2003 അതായത് 20 വർഷം കഴിഞ്ഞു പോയി. 2003 വിഷു ബാംഗ്ലൂരിലെ വൈറ്റ് ഫീൽഡിൽ വെച്ചിട്ടായിരുന്നു ആഘോഷിച്ചിരുന്നത്. നമ്മളൊക്കെ പല പരിപാടികളുമായിട്ട് അവിടെ എത്തി. ആ സമയത്ത് ഞാൻ വയനാട് ഡിസ്ട്രിക്ട് പ്രസിഡന്റ് ആയിരുന്നു. 2001 മുതൽ 2004 മാർച്ച് വരെ അവിടെ ഡിസ്ട്രിക്ട് പ്രസിഡന്റ് ആയിരുന്നു. അപ്പോൾ ബാലവികാസ് കുട്ടികളുടെ പ്രോഗ്രാമുമായിട്ടാണ് ഞങ്ങൾ വയനാട്ടിൽ നിന്ന് പോയത്. അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ആരതി കാണിക്കലും പുഷ്പം സമർപ്പിക്കലുമാണ്. ആരതി കാണിക്കാൻ അന്നത്തെ സ്റ്റേറ്റ് ട്രസ്റ്റ് കൺവീനറായിരുന്ന ഡോക്ടർ വേണുഗോപാൽ അത് നടത്തി. പിന്നീട് എൻ്റെ ഊഴമാണ്, അതായത് ഭഗവാന് പുഷ്പം സമർപ്പിക്കൽ. സാധാരണഗതിയിൽ പുഷ്പം സമർപ്പിച്ചാൽ ഞാൻ പുഷ്പം സമർപ്പിച്ചു. ഭഗവാൻ പുഞ്ചിരിയോടെ അത് വാങ്ങി തിരിച്ച് എൻ്റെ കോട്ടിൽ വെക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. സാധാരണ ചെയ്യൽ അങ്ങനെയാണ്. പക്ഷേ തിരിച്ച് ഭഗവാൻ അതെൻ്റെ തലയിലാണ് വെച്ചത്. അപ്പം ഞാൻ ധരിച്ചു, എന്താണ് ഭഗവാനെ ഇങ്ങനെ പതിവിന് വിപരീതമായിട്ട് എൻ്റെ കോട്ടിൽ വെക്കേണ്ടതിന് പകരം തലയിൽ പുഷ്പം വെച്ചത്? അപ്പോൾ ഒന്നുമില്ല, എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവും എന്നുള്ള ഒരു ചിന്തയോടെ ഞാൻ മടങ്ങി, സന്തുഷ്ടനായിട്ട് നാട്ടിലേക്ക് മടങ്ങി. ഒരാഴ്ച കഴിഞ്ഞ് കാണും, ഞാൻ പുറത്തേക്ക് പോയിട്ട് തിരിച്ച് വരികയാണ്. വൈകുന്നേരം സമയമാണ്. അപ്പോൾ വീട്ടിലെ മുറ്റത്തൊരു വലിയ തെങ്ങുണ്ട്. ഫിലിപ്പൈൻസ് ജൈൻറ്റ് ഇനത്തിൽപ്പെട്ട തെങ്ങാണ്. വലിയ തേങ്ങയാണ് അതിൻ്റെ. ആ ഒരു തേങ്ങ ഞാൻ നടന്നിങ്ങോട്ട് വരുമ്പോഴേ തന്നെ എൻ്റെ തലയിലേക്ക് വീണു. എന്താ പറയേണ്ടത്? ആ ആൾക്കാരെല്ലാം ഓടിക്കൂടി ബഹളമാക്കാൻ തുടങ്ങി. എൻ്റെ തലയിൽ വീണ തേങ്ങ പെട്ടെന്ന് തന്നെ ദൂരെ ആരോ തെറ്റിത്തെറിപ്പിച്ചതുപോലെ എനിക്ക് തോന്നി. അതാരാണ് എന്താണെന്നും അറിയില്ല. പക്ഷെ എനിക്ക് യാതൊരു വേദനയോ അല്ലെങ്കിൽ മരവിപ്പോ ഒന്നും അനുഭവപ്പെട്ടില്ല. ചുറ്റും നിൽക്കുന്നവർ, ഭാര്യയും കുട്ടികളുമൊക്കെ നിലവിളിക്കാൻ തുടങ്ങി. ഭസ്മയെല്ലാം കൊണ്ടത് വരട്ടാൻ തുടങ്ങി. അപ്പോൾ ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ അതിനിടയ്ക്ക് ഡോക്ടറെ വിളിക്കാൻ ആൾ പോയി. ഡോക്ടർ വന്നു. ഡോക്ടർ വന്നതിൻ്റെ കൂട്ടത്തിലൊരു ഡോക്ടർ എൻ്റെ ബാലവികാസ് സ്റ്റുഡൻറ്റും ആയിരുന്നു, ഡോക്ടർ വിനയനായിരുന്നു. ഡോക്ടർ വിനയനും വന്നതൊക്കെ നോക്കി പിടിച്ച് ENT ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു. ENTൻ്റെ ഡോക്ടറെ കാണിച്ചു. അപ്പോൾ അദ്ദേഹം സ്കാൻ ചെയ്യാൻ പറഞ്ഞു. തല സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്തപ്പോൾ യാതൊരു പോറലും തലക്ക് അനുഭവപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കി. ഭഗവാന്റെ അപാരമായ കാരുണ്യമോർത്ത് കണ്ണീരൊഴുക്കി. അത്രയേ പറയുന്നുള്ളൂ. ഞാൻ ചുരുക്കിയാണ് കാര്യങ്ങൾ പറയുന്നത്. ഭഗവാന്റെ അപാരമായ കൃപ കൊണ്ട് എന്നെ ഭഗവാൻ രക്ഷപ്പെടുത്താനാണ്. അന്ന് പുഷ്പം വെച്ച സമയത്ത് സാധാരണ പുഷ്പത്തിൻ്റെ ആ പുഷ്പം തിരിച്ച് റോസാ പുഷ്പമാണ് കൊടുത്തത്. തിരിച്ച് കോട്ടിൻ്റെ പോക്കറ്റിലാണ് സ്വാമി ഇടുക. അതിന് പകരം
തലയിൽ വെച്ചത് എന്തിനാണെന്ന് ആ സമയത്താണ് നമുക്ക് മനസ്സിലായത്. അപ്പോൾ ഭഗവാന്റെ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവരെ മുൻകൂട്ടി കണ്ട് അപകടങ്ങൾ ഒഴിവാക്കുന്നു എന്നതിന് ഒരു ഉത്തമ ദൃഷ്ടാന്തമായിട്ട് ഞാൻ അതിനെ കാണുന്നു. പലരും ആ സമയത്ത് വിളിച്ച് ചോദിച്ചിരുന്നു. അപ്പോൾ എനിക്കൊരു അപകടവും പറ്റിയതായിട്ടുള്ളൊരു സാധ്യതയില്ല. തലക്കെന്തോ വീണ് ചെറിയൊരു സമയത്തേക്കൊരു ഒരു മരവിപ്പ് മാതിരി ഉണ്ടായി. പക്ഷെ പിന്നെ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു പത്രത്തിലുള്ള വാർത്തയാണ് എന്നെ ഞെട്ടിച്ചത്. എന്താണ്? തലശ്ശേരിക്കടുത്ത ഒരു സ്ഥലത്ത് ഒരു ആളുടെ തലയിൽ തേങ്ങ വീണ് അയാൾ ആ സ്പോട്ടിൽ തന്നെ മരിച്ചു എന്നാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം വായിച്ചപ്പോഴാണ് ഭഗവാന്റെ കരുണയും ആ കരുതലും ഒക്കെ ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്തരമാണ് ഇത് അവിസ്മരണീയമായ ഈ സംഭവം ഞാൻ എപ്പോഴും ഓർക്കുകയും ഭഗവാന്റെ കരുണയോർത്ത് ഞാൻ കണ്ണീര് വാർക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും കൂടി. അത് ഭഗവാൻ എനിക്ക് ജീവിതം നീട്ടിത്തന്നതാണ്. എന്നെക്കൊണ്ട് പിന്നെ എന്തെങ്കിലും കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ടായിരിക്കുമെന്നുള്ള ചിന്തയിലാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സായിരാം. കുറേ അനുഭവങ്ങളുണ്ട്. പിന്നെ ഒരു ചെറിയ അനുഭവം കൂടി ഞാൻ പറയാം. അത് 2011 2011 ഭഗവാന്റെ സമാധിക്ക് തൊട്ട് മുമ്പിൽ നമ്മൾ പ്രശാന്തി സേവക്ക് പോയതാ. പ്രശാന്തി സേവ അന്നേരം ജനുവരിയിൽ 2 വീക്സ് ആണ് ഉണ്ടാവുക. ഒരു ബാച്ച് 6-7 ജില്ലക്കാർ, കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം, വയനാട്, കാസർഗോഡ്, പിന്നെ കോട്ടയം, പിന്നെ ആലപ്പുഴ എന്നീ 7 ജില്ലകൾ ഒരു സൈഡിലാണ്. അങ്ങനെ സെക്കൻഡ് ബാച്ചിലാണ് നമ്മളുടെ സേവ. ജനുവരി 31 സേവ കഴിഞ്ഞു. ആ സമയത്തൊന്നും ഭഗവാൻ ദർശനം കൊടുക്കുകയോ, പിന്നെ അതായത് ദർശനം വെച്ചാൽ സേവകർക്ക് പാദനമസ്കാരം കൊടുക്കുന്നത് നിർത്തിയ ഒരു സമയമാണെന്ന്. അപ്പോൾ അന്ന് ഭഗവാൻ പറഞ്ഞു, എല്ലാവരും കാലത്തെ അടുത്ത ദിവസം, അതായത് ജനുവരി 31 കഴിഞ്ഞ് ഫെബ്രുവരി 1-ാം തീയതി പിന്നെ ഇവിടെ സമ്മേളിക്കണം. എവിടാ? പൂർണ്ണചന്ദ്ര ഓഡിറ്റോറിയത്തിൽ സേവനം ചെയ്തവരെല്ലാവരും വന്നിരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് ഉച്ചയ്ക്ക് തന്നെ എനിക്ക് വീട്ടിൽ നിന്നൊരു ഫോൺ കോൾ വന്നിരുന്നു. എൻ്റെ 2ാമത്തെ മകള് പ്രസവ അടുത്ത സമയത്താണ് ഞാൻ ഇങ്ങോട്ട് ഡ്യൂട്ടിക്ക് വരുന്നത്. പക്ഷേ പ്രസവത്തിൻ്റെ കാര്യം ആലോചിച്ചിട്ട് അവിടെ ഇരുന്നാൽ ഭഗവാന്റെ ആ നിർദ്ദേശപ്രകാരമുള്ള സേവനം നടക്കുകയില്ല എന്നുള്ളത് കൊണ്ട് എല്ലാം ഭഗവാനെ ഏൽപ്പിച്ചു. ഞാൻ സേവനത്തിന് പുറപ്പെട്ടു. സേവനമെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഒരു ഫോൺ കോൾ വന്നത്. ഇങ്ങനെ പ്രസവത്തിൻ്റെ അടുത്ത് സമയമായിട്ടുണ്ട്, വേദന വന്നിട്ടുണ്ട്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് എന്നൊക്കെയുള്ള ഒരു വിവരമാണ്. പക്ഷെ ആ സമയത്തൊക്കെ ഞാൻ ഭഗവാനെ പ്രാർത്ഥിച്ചു. ഭഗവാന്റെ ദർശനവും സ്പർശനവും കിട്ടാൻ വേണ്ടി ഞാൻ കാത്തിരുന്നു. ഞങ്ങളെല്ലാവരും, പ്രത്യേകിച്ച് ഡിസ്ട്രിക്ട് പ്രസിഡന്റുമാർ, ഭഗവാൻ വീൽ ചെയറിലാണ് വരുന്നത്. വീൽ ചെയറിൽ വരുമ്പോൾ ഇറങ്ങുന്ന ആ സ്ഥലത്തിൽ നമ്മൾ വരിയായിട്ട് ഡിസ്ട്രിക്ട് പ്രസിഡന്റുമാർ ഇരുന്നിട്ടുണ്ട്. ഞാൻ അവിടെയാണ് ഇരിക്കുന്നതിൽ കൂടി അപ്പോഴാണ് എൻ്റെ കയ്യിൽ ഭഗവാൻ ഒരു വിഭൂതി പാക്കറ്റ് ഇട്ട് തന്ന്. അപ്പോൾ ഞാൻ പെട്ടെന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ ഭഗവാൻ നോക്കിച്ചിരിക്കുകയാണ്. അത്ഭുതം. അപ്പോൾ എനിക്ക് വളരെ കോൺഫിഡൻസ് ആയി. എനിക്ക് പേടിക്കാനില്ല. ഭഗവാൻ നമ്മുടെ കാര്യമെല്ലാം അറിയും. സർവാന്തര്യാമിയല്ലേ ഭഗവാൻ. അപ്പോൾ ആ ഒരു പിന്നെ ധൈര്യം കൊണ്ട് പിന്നെ തുടർന്ന് കാര്യങ്ങളെല്ലാം, അവിടെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് വിശദീകരിച്ച് നമ്മളുടെ സമയം പോകും. എല്ലാവർക്കും വളരെ സന്തോഷമായി. ചിലരോടെല്ലാം സ്വാമി അടുത്ത് വരാൻ പറഞ്ഞിട്ട്, കാരണം സ്വാമിക്ക് അധികം സംസാരിക്കാനും പറയാനൊന്നും പറ്റില്ല. പിന്നെ സ്റ്റേറ്റ് പ്രസിഡന്റ് നേരം 3 മാഷാണ്, പ്രൊഫസർ 3-രാണ്. അങ്ങനെ സ്റ്റേറ്റ് കോർഡിനേറ്റർമാരും എല്ലാവരും ഇവിടെ ഉണ്ട്. അത്യാവശ്യം ചില കാര്യങ്ങൾ അവരോട് സംസാരിച്ച് നമ്മളെല്ലാം ഭഗവാൻ കൈ വീശി കൊണ്ട് പിന്നെ അഭിവാദ്യം ചെയ്തു, ആശീർവദിച്ചു. വളരെ സന്തോഷം എല്ലാവർക്കും ഉണ്ടായി. അവിടുന്ന് പിന്നെ എല്ലാം പുറപ്പെട്ടു.
ഞാനും പിന്നെ ഈ മകളുടെ ഭർത്താവ് ബാംഗ്ലൂരാണ്, അയാളൊരു കാറും എടുത്തു വന്നു. ഞാനും പിന്നെ ഇവളുടെ മാമനായിട്ടുള്ള രാജമാസ്റ്റർ, പലർക്കും അറിയായിരിക്കും, എന്നേക്കാൾ മുമ്പിൽ അദ്ദേഹം പോവുകയും ഭഗവാന്റെ ദർശനവും സ്പർശനവും സംഭാഷണമൊക്കെ സമ്പാദിച്ച ആളാണ്. അവരും പുറപ്പെട്ടു. നമ്മൾ നേരെ കണ്ണൂരിലുള്ള ഈ മകള ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള ഹോസ്പിറ്റലിലേക്കാണ് നമ്മൾ വന്നത്. അപ്പോൾ കണ്ണൂരിലെത്തുമ്പോഴേക്കും അവൾ പ്രസവമൊക്കെ കഴിഞ്ഞിരിക്കുന്നു. വിഭൂതി എനിക്ക് തന്ന സമയം തന്നെ സ്വാമി അവളെ അനുഗ്രഹിച്ചിരിക്കുന്നു. പ്രസവമൊക്കെ കഴിഞ്ഞു, പിന്നെ സുഖമായിട്ടിരിക്കുകയാണ്. പക്ഷേ പ്രസവം സിസേറിയനായിരുന്നു, അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അങ്ങനെ വളരെ സന്തോഷത്തിൽ വിഭൂതിയെല്ലാം കൊടുത്തു. വളരെ ഭഗവാന്റെ കാരുണ്യം ഓർത്തു നമ്മൾ വളരെ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി സ്വാമിയെ സ്മരിക്കുകയാണ്. എന്താ കാരണം വെച്ചാൽ സ്വാമി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് നമ്മളെ സത്യരിതത്തിലെല്ലാം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പ്രവൃത്തി, അതായത് ഓർഗനൈസേഷൻ്റെ പ്രവൃത്തി നീ ചെയ്യൂ, നിൻ്റെ കാര്യം ഞാൻ നോക്കാമെന്ന് ഭഗവാൻ പല ഡിവോട്ടീസിനോടും പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാലോ, പിന്നെ ആർട്ടോം ജുൻസിങ്ങിൻ്റെ കാര്യം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാക്ടറി നോക്കാൻ സമയമില്ലായിട്ട് ഭഗവാനാണ് നോക്കിയിട്ട് കാര്യങ്ങൾ നോക്കിയത്. അതുപോലെ നമ്മൾ ഓരോ ഡിവോട്ടിയും വളരെ അപ്രധാനമായ എന്ന് നമ്മൾ കരുതുന്ന വ്യക്തികളെയും പോലും സ്വാമി സംരക്ഷിക്കുകയും ഓരോ കാര്യങ്ങളും നിർദ്ദേശങ്ങളും തന്ന് അതിനനുസരിച്ച് നമ്മളെ സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനിയും ഭഗവാന്റെ കൃപക്കും, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഞാൻ ജൂലൈയിലെ സേവക്കും കൂടി പോയിട്ടുണ്ട്. ഇനിയും സേവക്ക് പോകാൻ കഴിയുന്ന കാലത്തോളം പോകും, ഭഗവാന്റെ പ്രവർത്തനത്തിൽ നിരതനാവും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു അനുഭവം കൂടി ഇവിടെ പറഞ്ഞ് നമ്മുടെ എല്ലാവരുടെയും പാദങ്ങളിൽ നമസ്കരിക്കുന്നു. സായിരാം. ഇനി അടുത്ത പ്രോഗ്രാമിലേക്ക് നീങ്ങാം. സായിരാം. ഭഗവാന്റെ പ്രഭാഷണം. సాధన అనగా ఏమిటి? వాట్ డు యు మీన్ బై సాధన? మన లక్ష్యమును సన్నిహితం గావించుకోవటమే సాధన. సాధన refers to making our goal closer of our accomplishment. మనం ఒక వస్తువును ఆశించినప్పుడు ఆశించిన వస్తువును సన్నిహితంగా గావించుకోవాలంటే దానికి కొన్ని రకములైనటువంటి క్రియలు ఆచరించాలి. If we desire to get an object, we have to take necessary steps in order to reach it. మనము ప్రేమించినటువంటి వస్తువు యొక్క విశిష్టతను కూడాను మనం గుర్తించి దానిపైన విశ్వాసాన్ని పెంచుకోవాలి. We should also understand the unique features of the object which we love and try to get. ప్రేమనే లేకుండా విశ్వాసం దానిపైన కుదరదు. If you do not have love, you can never have faith on that. ప్రేమ విశ్వాసముల రెండింటి యొక్క చేరికనే ఇందులో ఒక విధమైనటువంటి యొక్క భక్తిగా ఏర్పడుతుంది. A combination of love and faith will manifest itself as devotion. తద్వారా దానిని పొందే నిమిత్తమై క్రియల్లో మనం ప్రవేశిస్తాం. Through devotion we can take steps to reach it. కనుకనే ప్రేమనే భక్తి. Love is devotion. దీని యొక్క విశిష్టమైన ఉన్నటువంటి యొక్క విశ్వాసమే జ్ఞానము. The faith with which we approach this, that is జ్ఞాన, wisdom. ఈ రెండింటిని అనుభవించే నిమిత్తమే ఆచరించేటువంటి క్రియలే కర్మలు. The actions which are undertaken in order to experience these things, those are our duties. జ్ఞాన కర్మల యొక్క సమ్మిళితమైనటువంటి యొక్క సాధనే ఈ యొక్క ఉపాసన అని చెప్తూ వచ్చారు. Real worship is a combination of devotion, action and wisdom. സായിരാം, ഗായത്രി പാടുകല്ലേ? അപ്പോ വീഡിയോ ഓൺ ചെയ്തിട്ട് പാടാൻ പറയും. നേരെ ഇരിക്കൂ, നേരെ ഫോട്ടോസ് ഏറെ വരട്ടെ.
തുടങ്ങണ്ട. ആ സായിരാം തുടങ്ങിക്കോളൂ. കൃഷ്ണ രാമ ഗോവിന്ദ ഗോകുല നന്ദന ഗോപാല രാമ കൃഷ്ണ ഗോവിന്ദ ത്രൈവൃന്ദാവന ഗോപാല സായി കൃഷ്ണ ഗോവിന്ദ പാർത്ഥിപുരീശ്വര ഗോപാല രാധേശ്യാം സായി ഗോകുല നന്ദൻ ഗോപരിപാല സായി മുരാരേ ഗോകുല നന്ദന ഗോപരിപാല സായി മുരാരേ കൃഷ്ണ രാമ ഗോവിന്ദ ഗോകുല നന്ദന ഗോപാല. സായിറാം. സായിരാം കഴിഞ്ഞോ? സായി ഉപമ. പ്രേമമാകുന്ന വാളിനെ വിവേകമാകുന്ന ഉറയിൽ സൂക്ഷിക്കണം. ഇന്ദ്രിയങ്ങളെ വിവേകവും വൈരാഗ്യവും കൊണ്ട് കർശനമായി നിയന്ത്രിക്കണം. അവ മനുഷ്യന് മാത്രം നൽകപ്പെട്ടിരിക്കുന്ന ഇരട്ട കഴിവുകളാണ്. നിങ്ങളുടെ താല്പര്യങ്ങളിലും സൗഹൃദങ്ങളും എങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് വിവേകം നിങ്ങളെ പഠിപ്പിക്കുന്നു. വസ്തുക്കളുടെയും ആദർശങ്ങളുടെയും വാസ്തവമായ പ്രാധാന്യം എന്താണെന്ന് വിവേകം പറഞ്ഞു തരുന്നു. വൈരാഗ്യം നിങ്ങളെ വർദ്ധിച്ച മമതകളിൽ നിന്നും രക്ഷിക്കുന്നു. അത് നിങ്ങളിൽ സമാധാനവും ചിലപ്പോൾ ആനന്ദവും പകരുന്നു. വിവേകവും വൈരാഗ്യവും ഒരു പക്ഷിയെ വായുവിൽ ഉയർത്തുന്ന രണ്ട് ചിറകുകൾ പോലെയാണ്. അവ നിങ്ങളെ ലോകത്തിന്റെ നശ്വരതയെക്കുറിച്ചും യാഥാർത്ഥ്യം നൽകുന്ന ആനന്ദത്തിന്റെ അനശ്വരതയെക്കുറിച്ചും ബോധവാനാക്കുന്നു. അവ നിങ്ങളുടെ ജീവിതത്തെ ആത്മീയ സാധനകളിലേക്കും ഈശ്വര മഹത്വത്തെക്കുറിച്ചുള്ള സാധനയിലേക്കും നയിക്കുന്നു. ജയ സായിരാം. സായിരാം. ശാന്തി മന്ത്രം ജപിക്കട്ടെ. പറഞ്ഞോളൂ. ശാന്തി മന്ത്രം. സമസ്ത ലോകാ സുഖിനോ ഭവന്തു. സമസ്ത ലോകാ സുഖിനോ ഭവന്തു. സമസ്ത ലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.